بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തോട് ബന്ധപ്പെട്ടതിനെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാണ് നാം. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് വഴികാട്ടിയായി ഏറ്റവും പ്രശോഭിച്ചു നിന്ന മഹാപണ്ഡിതനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ചു അത് സൂക്ഷിക്കുന്ന സ്ഥലത്തിന്റെ മഹത്വത്തെ കുറിച്ചും പറഞ്ഞ ഒരു വാചകം ഞാൻ ബർക്കത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. فإنه لو وضع شعر رسول الله صلى الله عليه وسلم أو عضادته أو صوته على قبر عاصٍ, ഒരു പാപിയായ മനുഷ്യന്റെ ഖബറിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅർ മുബാറക്കോ അവിടുത്തെ ചാട്ടവാറോ അതുപോലെ ബന്ധപ്പെട്ട വസ്തുക്കളോ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ചാൽ നജാ ദാലികൽ മുദ്നിബു, ആ പാപിയായ മനുഷ്യൻ രക്ഷപ്പെട്ടു പോകും. അവിടുത്തെ ശഅർ മുബാറക്കിന്റെ ബഹുമാനം ബിബറകാതി തിൽക ദഖീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളുടെ ബറക്കത്ത് കൊണ്ട് ഖബറിലുള്ളവൻ രക്ഷപ്പെട്ടു പോകും. മിനൽ അദാബി, അദാബിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. വഇൻ കാന ഫീ ദാരി ഇൻസാനിൻ, അതൊരു മനുഷ്യന്റെ വീട്ടിലാണെങ്കിൽ, ഔ ബൽദത്തിൻ, അല്ലെങ്കിൽ ഒരു നാട്ടിലാണെങ്കിൽ, ലാ യുസീബു തിൽകദ്ദാറ വ അഹ്ലഹാ വ തിൽകൽ ബൽദത വ സുക്കാനഹാ ബിബറകതിഹാ ബലാ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ വീട്ടിന്, വീട്ടുകാർക്ക്, നാട്ടിന്, നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു മുസീബത്ത് സംഭവിക്കുകയില്ല. وإن كان في دار إنسان أو بلدة لا يصيب تلك الدار وأهلها وتلك البلدة وسكانها ببركتها بلاء. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു വൈലം യസ്ഫുർ ബിഹാ സാഹിബുദ് ദാരി വസാകിനുൽ ബൽദ, ആ വീട്ടുകാരോ നാട്ടുകാരോ അതറിയണം എന്നില്ല, അതവിടെ ഉണ്ടായാൽ മതി. അത്ര വലിയ ബർക്കത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസൂക്ഷിപ്പുകൾക്ക് ഉള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഇമാമിങ്ങൾ, മഹാന്മാർ, ആ മഹാന്മാര് പഠിപ്പിച്ച വഴിയിൽ നിന്ന് തെറ്റി ഇമാമിങ്ങളെ മുഴുവൻ തള്ളി ഞാൻ വലിയ വിവരമുള്ളവരാണ് എന്ന നിലക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പോലുള്ളവരുടെ വിശദീകരണങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ മാറ്റിമറിച്ച് ഞാൻ ഖുർആൻ നോക്കുകയാണ്, ഞാൻ ഹദീസ് നോക്കുകയാണ്, ഞാൻ എന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് വിധി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് മതം പറയാൻ തുടങ്ങിയാൽ അവന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഉണ്ടാകൂല കേട്ടോ. ഇത് ആമുഖമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ, സുഹൃത്തുക്കളെല്ലാം പരസ്പരം ശത്രുക്കളായി പോകുന്ന ഒരു ദിവസം ഉണ്ട്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. ഏത് കാര്യവും പറയുമ്പോഴും ചെയ്യുമ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടുകൂടി നിർവഹിക്കുന്നവർ ഒഴികെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും പടച്ച റബ്ബിന്റെ അടുക്കൽ ശത്രുക്കളായി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ പുതിയ വിവാദം വരിച്ചിട്ട വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ട്. വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഐസ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വിവാദം വരിച്ചിട്ടവനെ സംബന്ധിച്ച അവന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അതിൽ പെട്ടുപോയ
ഉസ്ബത്തും മിൻകും, കുറച്ച് ആളുകൾ ഉണ്ട്. അവർക്ക് തെളിവുകൾ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഐസ റളിയല്ലാഹു അൻഹു നിരപരാധിയാണ് എന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് തൗബ ചെയ്ത ധാരാളം ആളുകൾ ഉണ്ട്. അവർ മഹാന്മാരാ, അവർ തെറ്റിദ്ധരിച്ചു പോയവരാ. അതേ സമയത്ത് ഈ വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് പറഞ്ഞ അബ്ദുള്ള, അവൻ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മരിച്ചു വരും. അതുകൊണ്ടാണ് ലാ തഖും അലാ ഖബ്രിഹി, അവന്റെ ഖബറിങ്കൽ പോയി നിൽക്കണ്ട. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവന് മയ്യിത്ത് നിസ്കരിക്കണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ ആ അബ്ദുള്ളയെ സംബന്ധിച്ച് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അവൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ബഹുമാനിക്കൂല, നബി തങ്ങളുമായി ബന്ധപ്പെട്ടതിനൊക്കെ ഞാൻ നിസ്സാരപ്പെടുത്തി വിവാദമുണ്ടാക്കും എന്ന് അവൻ തന്നെയാണ് വിശ്വസിച്ചതും പ്രഖ്യാപിച്ചതും പ്രവർത്തിച്ചതും. ഇദാ ഖീലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയാൻ വരൂ, തെറ്റ് ചെയ്തു പോയെങ്കിൽ അതിന് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യട്ടെ, അതിന് നബിയെ സമീപിക്കാൻ വരൂ എന്ന് പറയുമ്പോൾ അവന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന, അവനും അവന്റെ കക്ഷികളും തലതിരിച്ചു കളഞ്ഞു. അവർ ആ ബൈക്ക് വന്നില്ല. എന്താ കാരണം? വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരികളാ. എന്തിന് പടച്ചവന്റെ അനുഗ്രഹത്തിന് മുഹമ്മദ് നബിയുടെ സീട്ട്, എന്തിന് മുഹമ്മദ് നബിയുടെ റെക്കമെൻഡ്? അതാണ് അവന്റെ അഹങ്കാരം. അതാണ് അബ്ദുള്ള. അവനെപ്പോഴും റസൂലുള്ളാഹിനെ കയറ്റി മാത്രമേ സംസാരിക്കൂ. ഒരു ദിവസം ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഒരു കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന്റെ അടുത്ത് ചെന്നു. ഇവനോടനെ തന്നെ ഇലൈക അന്നി യാ മുഹമ്മദ്, മാറി നിൽക്കു മുഹമ്മദേ, ലഖദ് ആദാനി നത്നു ഹിമാരിക, നിന്റെ കഴുതന്റെ നാറ്റം നമ്മൾ ഇടങ്ങാറാക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. കണ്ടോ അള്ളാഹിന്റെ റസൂലിനുള്ള വെറുപ്പോട്ട് റസൂലുള്ള കയറി വന്ന കഴുതക്ക് കുറ്റം പറയാം. ഇവന്റെ സ്വഭാവം ബുഖാരിയിലെ ഹദീസ്. അപ്പോഴാണ് ആവേശമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അൻസാരികളായ സഹാബികൾ പറഞ്ഞത്, വല്ലാഹി വല്ലാഹി ലഹിമാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യബു റീഹൻ മിൻക. എടാ അബ്ദുള്ള, നിന്നെക്കാൾ എത്രയോ നല്ല മണം അള്ളാഹിന്റെ റസൂലിന്റെ കഴുതന്റെ മണമാണ്. കഴുതനെ പിടിച്ച് മണത്തോക്കിയിട്ട് പറഞ്ഞു എന്നല്ല, അങ്ങനെ ആവേശം. വല്ലാഹി റസൂലുള്ളാഹി ഹിമാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യബു റീഹൻ മിൻക. തങ്ങൾ കയറിയ കഴുതല്ലേ, എന്തായാലും ഇവനെ കാണുന്നു. അതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ എന്തുണ്ടായി എന്നറിയോ? അബ്ദുള്ളാന്റെ ഒരു ഗ്രൂപ്പുകാരൻ, കുടുംബക്കാർ, ഈ പറഞ്ഞ സഹാബിയുടെ, അൻസാരിയായ സഹാബിയുടെ ഗ്രൂപ്പിൽപ്പെട്ട വേറെ ആളും, ഇവർ തമ്മിൽ അവിടെ വാക്കേറ്റായി. അത് ഈ അബ്ദുള്ള മാനപൂർവ്വം വലിച്ചിട്ടതാ ഈ വിവാദം. വാക്കേറ്റമായി എന്നല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ലർബം പിന്നെ ആലി, ചെരുപ്പ് കൊണ്ട് ബടി കൊണ്ടൊക്കെ അടിയുണ്ടായി, അവിടെ തല്ലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ എവിടെയും വിവാദം വലിച്ചിടുക, എന്നിട്ട് പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുന്ന ജനങ്ങൾക്കിടയിൽ തല്ലുണ്ടാക്കാൻ നോക്കുക. ഇത് മുനാഫിഖിന്റെ സ്വഭാവം ആണ്. മുനാഫിഖിന്റെ നേതാവാണ് ഈ അബ്ദുള്ള. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അങ്ങേയറ്റം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന സഹാബത്തും ഉണ്ട്. അതേ സമയത്ത് നിസ്കരിക്കും, നോമ്പെടുക്കും, സകാത്ത് കൊടുക്കും, അങ്ങനെ ബാഹ്യമായി മുസ്ലിമാണ്. പക്ഷേ എവിടെ ഒരു ചാൻസ് കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന കുറഞ്ഞ മുനാഫിഖീങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഉണ്ട്. മനസ്സിലായിക്കൊണ്ട് തന്നെ നബി തങ്ങൾ അവരെയൊന്നും, ഈ പറഞ്ഞ അബ്ദുള്ളാനെ അടക്കം, ഒന്നും ശാരീരികമായി ചെയ്തിട്ടില്ല. ശാരീരികമായി ചെയ്തിട്ടില്ല. ആ മുനാഫിഖുകളെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറ
പറഞ്ഞ ഒരു സ്വഭാവം എന്താണ്? ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ ഖാലൂ വനുഅ്മിനു കമാ ആമന സുഫഹാ, കുറെ മടയന്മാര് വിശ്വസിക്കും പോലെ നമ്മൾ വിശ്വസിക്കാനോ? കുറെ മടയന്മാരുണ്ട്. മുഹമ്മദ് നബിയാന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് നബിന്റെ ഉമിനീരും വിയർപ്പും തൊട്ട വെള്ളവും മുടിയും തലയെക്കെട്ടും കുപ്പായവും ഒക്കെ എടുത്ത് പുണ്യം നേടുന്നവര് സഹാബത്തിന്റെ പതിവാ. ആ സഹാബത്ത് മടയന്മാരാണ് എന്നാണ് അവരെ മറുപടി. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, നിങ്ങൾ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കല്ല, ഫസാദ് ഉണ്ടാക്കല്ല എന്ന് അവരോട് പറഞ്ഞാലോ, ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കല്ല എന്ന് പറഞ്ഞാൽ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നവോത്ഥാന പ്രവർത്തകന്മാരാണ് എന്നാണ് അവരെ മറുപടി. നല്ല നവോത്ഥാനാണ്, നാട്ടിൽ ഫിത്തന ഉണ്ടാക്കുന്നത്. ഇത് ആ കക്ഷികളുടെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സഹാബത്ത് വിശ്വസിക്കും പോലെ അവർ വിശ്വസിക്കൂല. സുഹൃത്തുക്കളെ, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ, നമ്മൾ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എന്ത് പഠിപ്പിച്ചോ അത് 100% അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അവിടെ നമുക്ക് യാതൊരു നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ തങ്ങളുമായി ബന്ധപ്പെട്ടതിനെയോ ബഹുമാനിക്കുന്നതിലോ ആദരിക്കുന്നതിലോ യാതൊരു നിലക്കും നമ്മൾ പിന്നോട്ടില്ല. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകളിൽ ആ വിഷയം ഉണ്ട്. ഇപ്പോൾ സമയം വൈകി പോകുന്നത് പേടിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ശക്തി എവിടെയാണ്? ഇസ്ലാമിന്റെ ശക്തി ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം അത് വേറെ ഒരു കക്ഷികൾക്കും പറയാൻ കഴിയില്ല. വിഷം ചേർത്ത്, ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ഒരു സ്ത്രീ ഒരുമ്പെട്ടു. ആ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു, ബിശ്ർ റളിയല്ലാഹു അൻഹുവും കഴിച്ചു. ആ കഴിച്ച ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊള്ളയിലിട്ട് ചമക്കുമ്പോ ഇതിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുന്ന ആളായതുകൊണ്ട് മുഅ്ജിസത്ത് മുഖേന പറഞ്ഞു. മറഞ്ഞ കാര്യം അറിയും അമ്പിയ. അത് അവർ സമ്മതിച്ചു, ആ സ്ത്രീ സമ്മതിച്ചു. ആ സമ്മതിച്ച സ്ത്രീ തങ്ങളെ കൊല്ലാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം തന്ന പെണ്ണിനെ ഞാൻ കൊല്ലട്ടെയോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഖാലല, വേണ്ട, കൊല്ലണ്ട. കാരണം അങ്ങനെ ഓരോരുത്തരും നിയമം കയ്യിലെടുത്താൽ പറ്റില്ല. ഇപ്പോഴത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ നിയമം കയ്യിലെടുക്കുന്നവരാണ്. അങ്ങനെ ഓരോരുത്തരും നിയമം കയ്യിലെടുത്താൽ പറ്റൂല. ലാ, അവളെ കൊല്ലണ്ട, കൊല്ലണ്ട എന്ന് പറഞ്ഞു. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്താണ്. അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തോട് എന്തെങ്കിലും ഇങ്ങോട്ട് ചെയ്തതിന്റെ പേരിൽ പകരം ചെയ്യുന്ന പരിപാടി ഇല്ല. ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇമാം ഖസ്സലാനി അത് വിശദീകരിച്ചിട്ടുണ്ട്. ലാ യന്തഖിബു ലിനഫ്സിഹി, അവിടുത്തെ സ്വന്തം ശരീരത്തിനെ എന്ത് ചെയ്താലും പകരം ചെയ്യൂല. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ, അതിന് പകരം ചെയ്യണം. അതേ സമയത്ത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ ഭക്ഷണം കഴിച്ച ബിശ്ർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കോടതിയിൽ കേസ് വന്നു ഈ പെണ്ണിന്റെ പേരിൽ. കാരണം വിഷം ചേർത്ത് ഭക്ഷണം കൊടുത്ത് ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന കേസ് വന്നു. ആ കേസിൽ അവൾ കുറ്റക്കാരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അവളെ വധിക്കാൻ വേണ്ടി വിധിച്ചു. അത് ഇസ്ലാമിക കോടതിയുടെ വിധിയാണ്. നബി തങ്ങളുടെ പേരിൽ ഒരു ചെറിയ രോമം പോലും പറിച്ചിട്ടില്ല. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ നേതാവ്. ഈ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം, അത് ഇവിടെ ജനങ്ങൾ ആസ്വദിച്ചത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വന്നപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവർ, ഇവിടെയുള്ള ക്രൈസ്തവർ, മറ്റു മതക്കാർ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ 10 സ്ഥലങ്ങളിലാണ് അവർ പള്ളി നിർമ്മിച്ചത്. ആരാണ് സൗകര്യം ചെയ്തു കൊടുത്തത്? ഈ രാജ്യത്തെ ഹൈന്ദവരാ, ഈ രാജ്യത്തെ മറ്റു മതക്കാരാ. എന്തുകൊണ്ട് ചെയ്തു കൊടുത്തു? ഇസ്ലാമിന്റെയും മുസ്ലിം പണ്ഡിതന്മാരുടെയും സൗന്ദര്യം, അവരുടെ ആശയത്തിന്റെ സൗന്ദര്യമാണ് അവരിലേക്ക് ആകർഷിച്ചത്.
ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് ഒഴുകി വന്നത്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ മുസ്ലിമീങ്ങളായത്. ഇപ്പൊ എത്ര സംഘടന ഉണ്ട് മുസ്ലിമീങ്ങൾക്ക്? എത്ര സംഘടന ഉണ്ട്? എന്നിട്ട് എത്ര ആൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്? എങ്ങനെയാ വരിക? ഇസ്ലാമിന്റെ പേരിൽ സംഘടിച്ചു എന്ന് പറയുന്നവൻ പ്രസംഗിക്കുകയാണ് മുഹമ്മദ് നബി നമ്മളെ പോലത്തെ മനുഷ്യനാണ്. നമ്മളെ പോലത്തെ മനുഷ്യൻ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഷയത്തിൽ നമ്മളതിനാ പോകുന്നു. ഏതൊരു മനുഷ്യനും അങ്ങനല്ലേ ചിന്തിക്കുക? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി സമുദായത്തിൽ ഭിന്നിപ്പും കുഴപ്പവും സൃഷ്ടിച്ച് ഈ സമുദായത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഈ ആശയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ മറ്റ് ജനങ്ങളെ ഇവിടെയുള്ള നവീനവാദികൾ അനുവദിക്കുന്നില്ല. അതല്ലേ ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് നിന്ന് പോയത്? പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്കല്ലേ. രാജ്യത്തുള്ള മറ്റ് മതക്കാർ അവർ എത്ര സൗഹാർദ്ദത്തോടെയാണ് മുസ്ലിമീങ്ങളോട് പൂർവ്വകാലത്ത് പെരുമാറിയിരുന്നത്. അത് മുഴുവനും ഇല്ലായ്മ ചെയ്തത് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം പ്രസംഗിക്കുകയും തീവ്രവാദം നടപ്പാക്കുകയും ചെയ്ത തീവ്രവാദികൾ അല്ലേ? മറ്റു സമുദായത്തിന്റെ മുമ്പിൽ മുഴുവനും ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത് അവരല്ലേ? ഞാനിത് പറഞ്ഞു വരുന്നത് 1,000 സംഘടനകൾ ഉണ്ടാകും. ഈ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇസ്ലാം, ആ സുന്ദരമായ മഹത്തായ പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിചയപ്പെടുന്നതിന് പകരം ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടകൂടലും വിവാദമുണ്ടാക്കലുമാണ് എന്ന ഒരു ആശയത്തിലേക്ക് മറ്റുള്ളവരെ സംശയിപ്പിച്ചത് മുഴുവനും ഇവിടുത്തെ നവീനവാദികളാണ്. അവർക്കെന്ത് വേണം? അവർക്ക് ഈ ദീൻ നശിച്ചു കാണണം. അതിന് ഏത് തുണിവാസവും അവർ. എന്നാൽ നിങ്ങൾ നോക്കൂ, മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി എവിടെയാണ്? മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി ഒന്നിച്ചു നിൽക്കുന്നതിലാണ്. എന്തിനു? മറ്റാരെയും ആക്രമിക്കാനല്ല. നമ്മളെ കുടുംബം, ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഒന്നിച്ചു നിന്നാൽ ആ കുടുംബത്തിൽ ഒരു മകളെ കെട്ടിക്കണം, അവിടുന്ന് ഒന്നിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് പുറത്തുള്ളവൻ ചിന്തിക്കൂലേ? ആരെ ആക്രമിക്കാനല്ല. നേരെ മറിച്ച് ഒരു വീട്ടിൽ എപ്പോഴും ബഹളം കണ്ടാൽ ആ ബഹളമുള്ള വീട്ടിലേക്ക് എന്റെ മകളെ പറഞ്ഞേക്കണം എന്നൊരാൾ ചിന്തിക്കുമോ? എന്റെ മകനെ കൊണ്ട് അവിടുന്ന് വിവാഹം കഴിപ്പിക്കണം ചിന്തിക്കുമോ? ഇതുപോലെ ഇസ്ലാമിലേക്ക് മറ്റൊരു സമൂഹം കയറി വരണമെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നതാണോ മറ്റുള്ളവർ കാണേണ്ടത്? ഇത് ആർക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാകാത്തത്? അപ്പൊ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുക, അത് ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയും ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ശത്രുതയും. ഒരിക്കലും തന്നെ അനാവശ്യമായ വിവാദങ്ങൾ വലിച്ചിടാൻ പാടില്ല. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഉത്ഭവ കാരണം എന്താ? മുസ്ലിമിന്റെ മുഴുവൻ ശക്തിയും എവിടെ? ഒന്നിച്ചു നിൽക്കുന്നതിൽ ഒന്ന്. രണ്ടാമത്തത് അവരുടെ നേതാവിനെ ബഹുമാനിക്കുന്നതിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ബാബ് ശുറൂത്ത് ഫിൽ ജിഹാദി വൽ മുസാലഹത്തി മഅ അഹ്ലിൽ ഹർബി വകിതാബത്തി ശുറൂത്തി എന്നൊരു ബാബ് കൊണ്ടുവന്നു. ആ ബാബിൽ, ആ അധ്യായത്തിൽ എന്താ കൊണ്ടുവന്ന ഹദീസ്? ശത്രുക്കളുമായി ഹുദൈബിയ കരാർ എഴുതിയ വലിയ സംഭവമാണ്. എത്ര പേജാണ് ആ ഒരൊറ്റ ഹദീസ്? എത്ര പേജാ? അതിലെന്താ കാണുന്നത്? ശത്രുക്കളെ ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഓരോരുത്തർ വരികയാണ്. അങ്ങനെ വന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് തിരിച്ചു പോയിട്ട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അനുയായികളോടും നമ്മക്ക് നടക്കൂല എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉർവത്ത് ഇബ്നു മസ്ഊദ് തിരിച്ചു പോയിട്ട് പറയാണ്, ഐ ഖൗമി, എന്റെ ജനങ്ങളെ, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്കി, ഞാൻ പല രാജാക്കന്മാരെ സമീപത്തും ഞാൻ പ്രതിനിധിയായി പോയിട്ടുണ്ട്, ഞാൻ നിവേദക സംഘമായി പോയിട്ടുണ്ട്. ഞാൻ കൈസറിന്റെയും കിസ്റിന്റെയും നജാസിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്ത് യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാ. ഒരു രാജാവിന്റെ പ്രജകളും ഒരു രാജാവിന്റെ കക്ഷികളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കുന്നത് വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ഇൻ യതനഖമു നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജിൽദാ.
നേരിൽ കണ്ടിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാണ് മുശ്രിക്കുകളെ മുന്നിൽ. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണതിന്. സാധാരണ ഉമിനീരല്ല. അത് തൊട്ട് പുരട്ടുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെങ്കണ്ണ് രോഗം മാറിപ്പോവുകയാണ്. അത് ഉപയോഗിച്ചപ്പോൾ 10 ആൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണം 1000-ഓളം ആള് തിന്നിട്ട് ഖൈബറിൽ ബാക്കിയാവുകയാണ്, ഖന്തത്തിൽ ബാക്കിയാവുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസ്. അങ്ങനെയുള്ള ഉമിനീര്, കാരണം അത് വഹീ കിട്ടിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരാണ്. എല്ലാ യുക്തിവാദിയും എല്ലാ നിരീശ്വരവാദിയും തേൻ കുടിക്കാറുണ്ട്. എന്താ തേൻ കുടിക്കുന്നത്? എന്താണ് സാധനം? നബി തുപ്പിയതല്ല, ഈച്ച തുപ്പിയത്. ഈച്ച തുപ്പിയത് എല്ലാവരും നക്കുന്നു. നമ്മളെ അബ്ദുള്ളയും നക്കുന്നു. ഈച്ച തുപ്പിയത്. എന്താണ് ഈ ഈച്ചയുടെ പ്രത്യേകത? ഇത് സാധാരണ ഈച്ചയല്ല, ഇത് തേനീച്ചയാണ്. തേനീച്ചക്ക് എന്താ പ്രത്യേകത? വഹീ കിട്ടിയിട്ടുണ്ടതിന്. വഹീ കിട്ടിയ ഈച്ചയാണ്. സാധാരണ വഹിയല്ല, അത് ഇൽഹാമിന്റെ വഹിയാണ്. അത് ഔലിയാക്കൾക്ക് കൊടുക്കുന്ന വഹിയാണ്. അതാണ് ഔഹൈനാ ഇലാ ഉമ്മി മൂസ. അല്ലേ? ഔഹൈനാ ഇലാ ഉമ്മി മൂസ. മൂസാ നബിയുടെ മക്ക വഹി അറിയിച്ചു. ജിബ്രീലിനായിട്ടുള്ള വഹിയല്ല, ഇൽഹാമ. അതിനാണ് മുഹീദ്ദിമാലിൽ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല. അത് ഏകൽ അത് കിട്ടിയ ആളാണ്. അത് കിട്ടിയ ഏകൽ കിട്ടിയ ആളെ ഈച്ചയാണ്. അതുകൊണ്ട് ആ ഈച്ച തുപ്പിയത് അതില് ബറക്കത്താണ്, രോഗശമനമാണ്. രോഗശമനം ബർക്കത്തല്ലേ? ഗുണല്ലേ? എന്തിനാ ബർക്കത്ത് അറിയാ? ഗുണവർദ്ധനവ് എന്നതിന്റെ അർത്ഥം. രോഗശമനമാണ്. ഈ തേനീച്ച തുപ്പിയതിൽ ബർക്കത്താണ്. അത് ഏത് യുക്തിവാദിയും ഉപയോഗിക്കാൻ. കാരണം മൂപ്പർക്കറിയില്ല, ഖുർആൻ ഓതാതെ മനസ്സിലാവില്ല. അത് വഹീ കിട്ടിയ ഈച്ച തുപ്പിയതാണ്. സാധാരണ ഈച്ചനെ പോലല്ലത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉമിനീര് പുറത്തു വരുമ്പോ മസ്ഊദ് പോയിട്ട് മുശ്രിക്കുകളുടെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ. എങ്ങനെയുണ്ട് മുഹമ്മദ് അനുയായികളും റിപ്പോർട്ട് സമർപ്പിക്കാൻ? എന്താ പറഞ്ഞത്? നബി തങ്ങളെ ഉമിനീര് ഒരൽപ്പം കിട്ടിയാൽ ഉടനെ തന്നെ സഹാബത്ത് മുഖത്തും ശരീരൊട്ടാകെ തൊട്ട് പുരട്ടി അസ്തർ പുരട്ടും പോലെ പറ്റി. കാരണം അസ്തർ തന്നെയാണത്. അസ്തറിനേക്കാളും കുറച്ചുകൂടി കൊണ്ടുണ്ടേ ഉള്ളൂ. അസ്തറിന് മണം മാത്രമേ ഉള്ളൂ. ഇതിന് രോഗശമനവും കൂടിയുണ്ട്. എങ്ങനെയാ ഉസ്താദേ രോഗശമനം ഉണ്ടാകുക? എങ്ങനെയാ മരുന്നിന് രോഗശമനം ഉണ്ടാകുക? മരുന്നിനെങ്ങനെ കുറുന്തോട്ടിക്ക് എങ്ങനെയാ? അതുപോലെ തന്നെ അപ്പത്തെ നമ്മളെ കാത്തപ്പ ഒന്നിന് അല്ലാഹു തആല മരുന്നിന് അല്ലാഹു തആല രോഗശമനം വെച്ചു. അതേപോലത്തെ മറ്റൊന്നിന് കൊടുത്തില്ല. അള്ളാഹുവിന്റെ തീരുമാനമല്ലേ? നീ അത് ചോദിക്കാൻ വരുന്നത്? അതിന്റെ കുറുന്തോട്ടിക്ക് ഒരു പ്രത്യേകത എന്താണ്? കഞ്ഞണ്ടിക്ക് ഒരു പ്രത്യേകത. അതുപോലത്തെ സസ്യല്ലേ അപ്പുറത്തെ പുല്ല്. രണ്ടും ഒരുപോലല്ല, പുല്ലാണ്. പക്ഷെ രണ്ടും ഒരുപോലത്തെ പുല്ലല്ല, ഒന്നും മരുന്ന. അതാര് വെച്ചു? അള്ളാഹു വെച്ചു. നീ ആരാ അള്ളാഹിനെ ചോദിക്കാൻ? ഇരിക്കട്ടെ. വൈദാ അമറഹും ഇബ്തദറു അംറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം അങ്ങ് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഓരോരുത്തരും ഓടുകയാണ് ചെയ്യാൻ വേണ്ടി. വൈദാ തവല്ലഅ, നബി തങ്ങൾ wudu എടുത്തു കഴിഞ്ഞാൽ കാദൂ യഖതതിലൂന അലാ വളൂഇഹി, നബി തങ്ങൾ wudu എടുത്ത അവശിഷ്ടമായ വെള്ളം കിട്ടാൻ, നബി തങ്ങൾ wudu എടുത്ത അവിടുത്തെ ശരീരം കഴുകിയ വെള്ളം കിട്ടാൻ സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടിയിട്ട് സംഘട്ടനത്തിന്റെ വാക്കിലെത്തുകയാണ്. നമ്മളെ അബ്ദുള്ളാക്ക് പേടി. ഇങ്ങനെ വെള്ളം വിതരണം ചെയ്താൽ കുന്നമംഗലത്ത് ഇങ്ങനെ ക്യൂ നിന്നാൽ പിന്നെ തിരക്കായി പോലെ. ഇത് മുമ്പേ ഉണ്ടായ തിരക്കല്ലേ? ബുഖാരിയിലെ ഹദീസല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ wudu എടുത്ത അവിടുത്തെ ശരീരം കഴുകിയ വെള്ളത്തിന് വേണ്ടി അവർ ഉന്തും തിരക്കും കൂട്ടുകയാണ്. വൈദാ തകല്ലമ, നബി തങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അച്ചടക്കത്തോടെ ഇരിക്കുകയാണ്. ബഹുമാനം തീർന്നില്ല. ആ സഹാബത്ത് ശരിക്ക് കണ്ണ് തുറന്ന് അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോക്കാൻ അവിടുത്തോടുള്ള ആദരവ് കൊണ്ടവർക്ക് സാധിക്കുന്നില്ല. ഇന്നഹു ഖദ് അറദ അലൈക്കും ഖുത്വത റുശ്ദിൻ ഫഖ്ബലൂഹാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളെ നേരിടാന്ന് വിചാരിച്ചിട്ട് മുശ്രിക്കുകളെ നിങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് അപകടം വരും കേട്ടോ. അവിടെ നല്ലത് സന്ധിയാകുന്നതാണ്. ഉർവത്ത് മസ്ഊദ് ഉപദേശിക്കുക. കാരണം ഇങ്ങനെ ബഹുമാനിക്കുന്ന അനുയായികളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്.
അപ്പൊ ഇസ്ലാമിന്റെ ശക്തി എവിടെയാ? ഇസ്ലാമിന്റെ മക്കാമശിരിക്കുകൾ വരെ അവരെ ബോധ്യപ്പെടുത്തിയ ശക്തി എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. അത് പോയാൽ ഈ സമുദായത്തിന് അഡ്രസ് ഉണ്ടോ? പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ സമുദായത്തിന് അഡ്രസ് ഉണ്ടോ? ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ അബ്ദുള്ളമാര് രംഗത്ത് വന്ന ഈ സമയത്ത് അവർക്ക് അനുകൂലമാകുന്ന നിലപാട് ഏതെങ്കിലും കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ അബൂബക്കർ മുസ്ലിയാർ ബുദ്ധിമാനായ ഒരു മഹാ പണ്ഡിതനായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, SKSS പിരിച്ചുവിട്ട് കാലം കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. EK ഉസ്താദ് മഹാനവറുകൾ ഇല്ലാത്തതല്ലേ ഇവർ ഇങ്ങനെയായിപ്പോയത് എന്ന് ഞാൻ വേദനയോടുകൂടെ ചിന്തിക്കുകയാ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കും. ഈ സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിൽ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാപരമായി കുറച്ചൊക്കെ അകന്നു നിൽക്കുന്ന സമയത്ത് ഈ സിറാജുൽ ഹുദക്ക് 7 ലക്ഷം ഉറുപ്പിക അബുദാബിയിൽ നിന്ന് ഒരു അറബി തരും. പക്ഷേ അതിന് നിബന്ധന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കത്ത് വേണം. ഞാൻ നാദാപുരത്ത് എരോത്ത് പോക്കർ ഹാജിയെയും കൂട്ടി ഞാൻ പാണക്കാട് പോയി തങ്ങളവറുകൾ വരെ ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങളെ ഇരുത്തി എനിക്ക് കത്ത് എഴുതി തന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെയാണ്, ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല, സിറാജുൽ ഹുദക്ക് തരാം എന്ന് പറഞ്ഞു. കത്ത് തന്നു. ഞാൻ ആ കത്ത് കൊണ്ടുപോയി അറബിക്ക് കൊടുത്ത് 7 ലക്ഷം ഉറുപ്പിക അദ്ദേഹം ഡ്രാഫ്റ്റാക്കി ഇവിടെ അയച്ചു തരികയും ചെയ്യും. ആ നിലക്ക് നല്ല കാര്യങ്ങളിൽ സഹകരിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മളോടും നമ്മുടെ നേതാക്കളോടും സഹകരിക്കുന്നു എന്ന കാരണം കൊണ്ട് പാണക്കാട്ടേക്കുള്ള അകലം എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയ കക്ഷികൾ, ശിഹാബ് തങ്ങളെ നിസ്സാരപ്പെടുത്തി ലേഖനം എഴുതിയ കക്ഷികൾ ഇന്നും ഞാൻ പറയട്ടെ ഈർക്കിലി പാർട്ടികൾ ഉണ്ടാക്കി മുസ്ലിം സമുദായത്തിന്റെ ശക്തി നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ ബന്ധപ്പെട്ട കക്ഷികളും ഈർക്കിലി പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നശിപ്പിക്കാനും മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കാനും ശ്രമിച്ച് ഇവിടെ ഒരുപാട് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും വലിയ വലിയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ കൂടി മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിക്കാരും ഒരു പാർട്ടിയിലും കൂടാതെ മുസ്ലിമീങ്ങളെ കാര്യം തുറന്നു പറഞ്ഞ് ഞങ്ങളെ ഇവിടെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വകവെച്ച് കിട്ടണം എന്ന് പറയുന്ന നമ്മളെപ്പോലത്തെ കക്ഷികളും അങ്ങനെയുള്ള മുഴുവൻ കക്ഷികളും ഇവിടെ വളരെ നന്നായി ചിന്തിക്കുമ്പോ എത്ര പാർട്ടികളാണ് ഇപ്പൊ ഈർക്കിലി പാർട്ടികളാക്കി ഉണ്ടാക്കിയത്? എന്റെ ആവശ്യത്തിനാണ് മുസ്ലിമീങ്ങളെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കി ഒന്നും നേടാൻ കഴിയാത്തവരാക്കി മാറ്റാൻ വേണ്ടിയല്ലേ? എന്നിട്ട് ഒരു എലക്ഷൻ എടുത്ത സമയത്ത് ഞാൻ വേദനയോടെ പറയുകയാണ്, ഈ എലക്ഷനിൽ എങ്ങനെയെങ്കിലും സലാമത്താകണം എന്ന് പലരും ചിന്തിക്കുമ്പോ അങ്ങനെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും വിളിച്ചിട്ട് എലക്ഷൻ കഴിയുന്നവരെ ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോ അതിന് പോലും തയ്യാറാകാതെ ഇവിടെ മുസ്ലിം ഉമ്മത്ത് എന്തായാലും പ്രശ്നമില്ല, രാജ്യത്ത് ഏത് സംഘടനയ്ക്ക് എന്ത് നഷ്ടം പറ്റിയാലും തർക്കമില്ല, ഞങ്ങൾക്ക് ഇവിടെ AP അബൂബക്കർ മുസ്ലിയാരെ ഗീബത്ത് പറഞ്ഞേ പറ്റൂ എന്ന് ഗീബത്ത് പറയാൻ നേർച്ചയാക്കിയ ഒരു കൂട്ടര് ഞാൻ ചോദിക്കട്ടെ. എന്നിട്ട് അവർ എന്നെ ഇടക്കിടക്ക് പറയുന്നു, വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ച് ഞങ്ങളോട് ഇങ്ങനെ പരിപാടി നടത്തണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാലും റസൂലുള്ളാഹിനെ കൊണ്ടുള്ള കളിയായതുകൊണ്ട് നമ്മളും പങ്കെടുത്തതാണ്. ഞാൻ സത്യത്തിൽ ഈ പൊല്ലാപ്പുകൾക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് കാരണമുണ്ട്. ഇനി ആവില്ല, ഞാൻ 100 കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആവില്ല എന്നങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇത് കളി റസൂലുള്ളാഹിനെ കൊണ്ടാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചോദിക്കട്ടെ,
ഞാൻ മനസ്സിലാക്കുന്നു, ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കുമ്പോൾ മനസ്സിലാവും. കോഴിക്കോട് പരിപാടി നടത്തിയ ആളുകൾ അവരെന്തൊക്കെയാ പറഞ്ഞുകൂട്ടിയത്, എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത് എന്ന് ഓരോന്നോരോന്ന് ഞാൻ ക്ലിപ്പ് വെച്ച് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർക്ക് ഏറ്റവും കൂടുതലായി സംഭവിച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അവരുടെയും പാണക്കാട് തങ്ങന്മാരുടെയും പൊരുത്തക്കേടാണ് കേട്ടോ. ഇത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന് വലിയ ബഹുമാനമാണ്. അത് പാണക്കാട് തങ്ങൾക്കുമുണ്ട്, ഉള്ളാൽ തങ്ങൾക്കുമുണ്ട്, ഏത് സയ്യിദന്മാർക്കൊക്കെയും ബഹുമാനമുണ്ട്. അത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അംഗീകരിക്കാത്തവനും സുന്നത്ത് ജമാഅത്തുകാരനും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ആ കുടുംബത്തെ ബഹുമാനിക്കാത്തവൻ സുന്നത്ത് ജമാഅത്തുകാരനല്ല. പക്ഷേ എന്തിനാണ് സയ്യിദന്മാരെ നിസ്സാരപ്പെടുന്ന വാദങ്ങൾ ഞാൻ ശേഷം കേൾപ്പിക്കുന്നതോറും തങ്ങന്മാരൊക്കെ തങ്ങന്മാരല്ല എന്നാ പറയുന്നത്. ഇവിടെ തൃശൂർ ജില്ലയിൽ കോഴിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. ഞാൻ ചിന്തിക്കണം, തങ്ങളല്ല, അത് വീട്ടിലെ കോയയാണ്. ജില്ലയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ ഉമ്മയുടെ പരമ്പരയും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് മൗലാ തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിന്റെ സഹോദരന്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറുമൊരു കോഴയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവർ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എന്റെ അഡ്രസ്സും എന്റെ പേരും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാൻ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന സനതൊന്നും ശരിയല്ല, നിങ്ങളെ സനതുകളും നിങ്ങളെ രേഖകളും ഇന്നതാണ്, നിങ്ങളെ പിതാമഹന്മാർ ഇന്നവരാണ് എന്ന് ആരെങ്കിലും രേഖാമൂലം എനിക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കണം. മറ്റൊന്ന്, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാതെ പോയി അതിൽ പങ്കെടുത്ത് പക്ഷപാതപരമായി സംസാരിച്ച് നമ്മളെ ഈമാൻ കളയരുത്. ഈമാൻ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നതല്ല. അതിന്റെ നഷ്ടം തീരുന്ന നഷ്ടവും അല്ല. അല്ലാഹു കാക്കട്ടെ. ഇതൊന്നും ഗ്രൂപ്പ് കളി കളിക്കേണ്ട വിഷയം അല്ല. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. ഒറ്റൊരു ഹദീസ് ബർക്കത്തിന് വേണ്ടി പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിറാനത്തിൽ വന്നിറങ്ങും. ബുഖാരിയിലെ ഹദീസ് 4328 നമ്പർ ഹദീസ്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ ഒരു ഗ്രാമീണനായ ഒരു പരിക്കൻ മനുഷ്യൻ വരും. അദ്ദേഹം പറയുന്നു, അലാ തുൻജിദുലി മാ വഅതനി, എനിക്ക് തരാന്ന് പറഞ്ഞത് തരുന്നില്ലേ? നബിയോട് അതമില്ലാത്തൊരു ചോദ്യം. അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല. മഹാന്മാരാകുമ്പോ അവരോട് ചോദിക്കുന്നതിനൊക്കെ കണക്കുണ്ട്. ഒക്കെ എന്താ തരാത്തത്? ചിലർക്ക് എന്താ സെനത് തരാത്തത്? സെനത് ഇങ്ങനെ ഫോണിൽ എന്താ അയച്ചു കൊടുക്കാത്ത? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും അതവുണ്ട്. സെനത് ചോദിക്കട്ടെ, അതിനൊരു അതവുണ്ട്. അതബിന് മദ്രസ പഠിപ്പിച്ചവർ അതവ് ഉണ്ടാകണോ? അലാ തുൻജിദുലി മാ വഅതനി, എന്റെ വാഗ്ദത്തം ചെയ്ത് തരാത്തത് അതബിന്റെ ചോദ്യം. ഫഖാല ലഹു അബ്ശിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ റഹ്മത്തല്ലേ, അബ്ശിർ, സന്തോഷിച്ചിരിക്കുക. അങ്ങനെയാണ് ഒരാൾ പറയുന്നുണ്ട്, എപി മുസ്ലിയാരെ ഞാൻ വിളിച്ചപ്പോ മോനെന്നാ എന്നെ വിളിച്ചത്, അത് റസൂലുള്ളാഹിനെ പിന്തുടർന്നതാ. അബ്ശിർ, സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഫഖാൽ, അപ്പൊ ഇയാൾ പരിക്കനാ. ഇയാൾ അങ്ങോട്ട്, അത് അക്സർത അലയ്യ മിൻ അബ്ശിർ, എത്ര കാലായി സന്തോഷിച്ച് പറഞ്ഞു, എന്താ തരാത്തത്? ചിലർ എന്റെ ഫോണിൽ സെനതിങ് തന്നൂടാത്തത്? അങ്ങനെ കൊടുക്കാനുള്ള സെനത്. പിന്നെ ഫഅഖ്ബല അലാ അബീ മൂസ,
എത്ര കാലായി തരാന്ന് പറയുന്നു, എന്തേ തരാത്തത് എന്ന് ചോദിച്ചപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫഅഖ്ബല അലാ അബീ മൂസ, അബൂ മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി അശ്അരികളുടെ മുൻഗാമി. എന്താണ് അശ്അരി തരീഖത്ത്? അത് ഇൻഷാ അല്ലാഹ് വരുന്ന ഏപ്രിൽ 27, 28 തീയതികളിൽ ഉലമാ കോൺഫറൻസിന്റെ കോട്ടക്കലിൽ 10,000 പണ്ഡിതന്മാർ ബിരുദധാരികൾ പങ്കെടുക്കുന്ന പരിപാടി. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്ത്, ഇനി പുതിയ ആളുകൾ പേര് തന്നാൽ എടുക്കാൻ കഴിയൂല, കാരണം രജിസ്ട്രേഷൻ പൂർത്തിയായി പോയി. 10,000 പണ്ഡിതന്മാർ ബിരുദധാരി. ആ കോൺഫറൻസിലെ ഏറ്റവും വലിയൊരു ചർച്ച ഇമാം അബുൽ ഹസനിൽ അശ്അരി, അവരുടെ മുൻഗാമിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. വെറുതല്ല, സമസ്ത നവോത്ഥാന നിധിയും സമസ്ത നവോത്ഥാന യാത്രയുമൊക്കെ പ്രഖ്യാപിച്ചത് സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. അത് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള സമസ്തല്ല. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാക്കിയത് പരിപാടി. നമ്മുടെ സമസ്ത ദീൻ നിലനിർത്താനാണ്, ഭൗതിക രാഷ്ട്രീയം പറയാനാണ്. ഈകട്ടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ അദ്ദേഹത്തിന്റെ ആ അദബില്ലാത്ത സംസാരം കേട്ടിട്ട് ഹൈഅത്തുൽ ഖുർബാനി അല്പം ദേഷ്യം പിടിച്ച കൊലത്തിൽ അവിടുന്ന് പറഞ്ഞു റദ്ദൽ ബുശ്റാ, അവൻ സന്തോഷം തള്ളിക്കളഞ്ഞു, സന്തോഷം തട്ടിക്കളഞ്ഞു, സന്തോഷം സ്വീകരിച്ചില്ല. സന്തോഷം കിട്ടുമ്പോൾ സ്വീകരിക്കല്ലേ വേണ്ട, പിന്നെ അതിനെന്തുണ്ട് കൂത്തു നോക്കല. റദ്ദൽ ബുശ്റാ, സന്തോഷം തള്ളിക്കളഞ്ഞു. ഫഖ്ബല അൻതുമാ, നിങ്ങൾ രണ്ടാളും സ്വീകരിച്ചോളി. അബൂ മൂസൽ അശ്അരി ബിലാൽ റളിയല്ലാഹു അൻഹു രണ്ടാളും ഖബിൽനാ, ഞങ്ങൾ സ്വീകരിച്ചു. എന്തെന്നോ എവിടുന്നോ എങ്ങനെയെന്നോ നോക്കിയിട്ടല്ല, അതവുള്ളവരെ സ്വീകരിക്കാൻ. അങ്ങനെ എന്താ ഈ സാധനം നോക്കിയില്ല, ഇതിലെന്താ ഉള്ളോ നോക്കിയില്ല, എന്താ തരാൻ പോകുന്നില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. സന്തോഷിച്ചോ, നീ സ്വീകരിച്ചോ, ഖബിൽനാ, ഞങ്ങൾ സ്വീകരിച്ചു. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഒരു കാര്യമായ ഒരാൾ മക്കത്തുനിന്ന് വന്നു, അല്ലെങ്കിൽ UAE നിന്ന് വന്നു, അല്ലെങ്കിൽ ഖത്തറിൽ വന്നു, ഏതോ വിദേശത്തുള്ളൊരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു അറബി വന്നു, എന്റെ കയ്യിൽ ഇങ്ങ് തന്നു, ഇതാ ഇത് നിങ്ങൾ സ്വീകരിച്ചോളി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കാണ്. എന്നാ ഞാൻ എന്താ പറയാ, അതിന്റെ അഡ്രസ്സൊക്കെ കൊണ്ടാ, സേനതൊക്കെ ഒന്ന് നോക്കട്ടെ. ഇല്ലില്ല, അത് വാങ്ങി വെച്ചിട്ട് ബാക്കി കാര്യം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞില്ലേ, അത് വാങ്ങി ആദരവോടെ വെച്ചിട്ട് പിന്നെയല്ലേ അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്. അതല്ലേ അതവ്. ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ തങ്ങളാട്ടോ, തങ്ങളാ അല്ലെ, നെസബുണ്ട, ഒക്കെ കൊണ്ട് നോക്കിയിട്ട് ഇരിക്കീനെ. ഇങ്ങനെയാ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്നത്? അങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കുന്ന കോലായത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. കണ്ടോ സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അദ്ദേഹം സന്തോഷം തള്ളിക്കൾ, നിങ്ങൾ സ്വീകരിച്ചോ. ഞങ്ങൾ സ്വീകരിച്ചു നബിയെ, ഇന്നതാന്നൊന്നും നോക്കിയില്ല. പിന്നെന്താ ഉണ്ടായത്? ബുഖാരി നോക്കി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം കൊണ്ടുവരാം, അതിൽ കുറച്ച് വെള്ളം, സന്തോഷം കൊടുക്കാൻ പോവാണ്. അവിടുത്തെ മുഖം ആ പാത്രത്തിൽ കഴുകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ആ പാത്രത്തിൽ കഴുകി, അവിടുത്തെ 2 കയ്യും കഴുകി, വമജ്ജ ഫീഹി, അവിടുത്തെ സറഫാക്കപ്പെട്ട ഉമിനീര് അല്പം അതിൽ ചേർത്തു. ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്തു? സുമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്റബാ മിൻഹു, നിങ്ങൾ രണ്ടാളും അതിൽ നിന്ന് കുടിച്ചോ. എന്റെ രോമം കഴുകിയ വെള്ളം, എന്റെ താടിയിലെയും തലയിലെയും ഒക്കെ രോമം കഴുകിയ വെള്ളം, എന്റെ ശരീരത്തിലെ അവയവം കഴുകിയ വെള്ളം, ഞാൻ എന്റെ ഉമിനീര് ചേർത്ത വെള്ളം നിങ്ങൾ രണ്ടാളും കുടിച്ചോ. നിങ്ങളുടെ മുഖത്ത് കുറച്ച് ഒഴിച്ചോ, കുറച്ച് നെഞ്ഞത്തും ഒഴിച്ചോ. രണ്ടാളും സന്തോഷിച്ചോ. കൊടുത്ത സന്തോഷാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോമം കഴുകിയ വെള്ളം, മുഖം കഴുകിയ വെള്ളം, എന്നിട്ട് അല്പം ഉമിനീരും ചേർത്ത വെള്ളം കൊടുത്തിട്ട് പറയാൻ, നിങ്ങൾ കുടിച്ചോ, മുഖത്ത് ഒഴിച്ചോ,
പിന്നെ നെഞ്ഞത്ത് വെച്ചോ. അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലമാണ്. മുഖം, മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം. അതുകൊണ്ടാണ് മുഖം കുത്തിയിട്ട് മറ്റാർക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, അള്ളാഹ്ക്ക് മാത്രം. ചിലർക്ക് അജ്മീറിലും നാഹൂറിലൊക്കെ പോയിട്ട് സുജൂദ് ചെയ്യുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കടുത്ത തെറ്റ്. കള്ളത്തരീക്കത്താരായ ശൈഖന്മാരടുത്ത് സുജൂദ് ചെയ്യുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കടുത്ത തെറ്റി. രൂപമായി വന്തിയിലൽ കുഫ്രി, കുഫ്ർ വരെ എത്താൻ സാധ്യതയുണ്ട്. പാടില്ല. അപ്പോ മുഖം, ആ മുഖത്ത് ഏറ്റവും ബഹുമാനുള്ള അറിയാത്തത് നമ്മൾ സാറിന് പറയുന്നത് എങ്ങനെയാ? ഉസ്താദേ, ഞാൻ അവരോട് മിണ്ടൂല. അതെ, അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഉസ്താദിനെ അറിയില്ല. കണ്ടോ, മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ മുഖത്തിന് വലിയ ബഹുമാനം ഉണ്ടെന്ന് മൂപ്പര് വിശ്വസിച്ച് വെച്ചിരിക്കുക. അല്ലേ എന്താ എന്റെ പുറത്ത് നോക്കി പറഞ്ഞു എന്നാലും പറയാത്ത, ആരും പറഞ്ഞു. മുഖം, പിന്നൊന്ന് നെഞ്ഞി, അവിടെയാ ഹൃദയമുള്ളത്, അവിടെ ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് സന്തോഷിച്ചോ. രണ്ടാളും ആ പാത്രം ഇങ്ങു വാങ്ങി. രണ്ടാളും അതാ കുടിക്കുന്നു, മുഖത്തൊഴിക്കുന്നു, നെഞ്ഞത്തൊഴിക്കുന്നു. ഫനാദത്ത് ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മു സലമ ബീവി വിളിക്കുന്നു. മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്ക് സൂക്ഷിച്ചിട്ട് ആ ശഅർ മുബാറക്ക് വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന നബി തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഉമ്മു സലമ ബീവി വിളിക്കുകയാണ്, മറയുടെ പിന്നിൽ നിന്ന്, അൻ അഫ്ളിലാലി ഉമ്മിക്കുമാ, നിങ്ങളെ ഉമ്മാക്ക് കുറച്ച് ബാക്കി വെക്കണേ, ഉമ്മാക്ക് കുറച്ച് ബാക്കി വെക്കണേ. അതിന്റെ അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഖുർആന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ അബ്ദുല്ലാനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീര്, അത് ബോഡി വേസ്റ്റ്, അത് ഞാൻ ചാടിക്കിടക്കും. ബുഖാരിയിലെ ഈ ഹദീസൊക്കെ ഞാൻ ചാടിക്കിടക്കും. ഭയങ്കര ചാട്ടായിപ്പോയി. ഇപ്പൊ ചാടി പുറത്തായിപ്പോയി കേട്ടോ, ചാടിയിട്ട്. എന്താണ് ഖുർആൻ എന്താ പറഞ്ഞത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളെ സ്വന്തം ഉമിനീര് തൊള്ളേന്ന്, നിങ്ങളൊക്കെ ഉമിനീര് മുഴുവൻ തുപ്പിക്കളയലോ അല്ലെങ്കിൽ ഇറക്കലോ? സ്വന്തം ഉമിനീര് ആരും ഇറക്കൂലേ? ആ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നീ ബുഖാരി ചാടിക്കിടക്കൂ അല്ലേ? ഖുർആൻ ഒന്ന് ചാടിക്കിടക്കും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വന്തം ശരീരത്തിലെ ഉമിനീര് സ്വന്തം ഇറക്കാത്ത മനുഷ്യനുണ്ടോ? അതിനേക്കാൾ ബന്ധമാണ് ഈമാനുള്ളവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവിടുത്തെ ഭാര്യമാർ ഈമാനുള്ളവർക്ക് സാധാരണ സ്ത്രീകളല്ല. ഉമ്മഹാതുഹും, അവരെ ഉമ്മമാരാണ്. നബിയുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല ഖുർആൻ. അപ്പൊ ഉമ്മമാരാണ്, ഈമാനുള്ളവർക്ക് ഉമ്മമാരാണ്. കാരണം ആത്മീയ രംഗത്തെ ബാപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ബാപ്പയുടെ ഭാര്യമാർ മാതാക്കളാണ്. ഇമാം റാസി ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ വകയിലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടോ, ഈ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോ, ഒഴിക്കാൻ കൊടുത്തപ്പോ ഉമ്മു സലമ ബീവി മഹദി അതാ വിളിച്ചിട്ട് പറയുന്ന, അൻ അഫ്ദിലാലി ഉമ്മിക്കുമാ, ഉമ്മാക്ക് കുറച്ച് ബാക്കി വെക്കണേ അബൂ മൂസ. ബിലാലേ, കുടിച്ചു തീർക്കല്ലേ. ഓഹുവിന്റെ റസൂലിന്റെ രോമം കഴുകിയ വെള്ളം, അവിടുത്തെ മുഖം കഴുകിയ വെള്ളം, അവിടുത്തെ കൈ കഴുകിയ വെള്ളം, അവിടുത്തെ ഉമിനീര് ചേർത്ത വെള്ളം നിങ്ങൾ കുടിച്ചു തീർക്കല്ലേ. അതാ അവർ രണ്ടാളും നബി തങ്ങളുടെ ഭാര്യയ്ക്ക് കുറച്ച്, അതേ അവരുടെ ഉമ്മാക്ക് കുറച്ച് മാറ്റി വെക്കുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 4328 നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സുഹൃത്തുക്കളെ, ഇതാണ് സുന്നത്തിയമാറ്റ്. ഇത് വിട്ടാൽ സുന്നത്തിയമാറ്റില്ല. ഇത് വിട്ടാ സഹാബത്തിന്റെ വഴിയില്ല. ഇത് വിട്ടാ ഇസ്ലാമില്ല. പക്ഷെ എന്താ ഉണ്ടായതെന്താ? മുന്നണി ഉണ്ടാക്കി. എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം. ആ മഹത്വം ഇടുക്കി താഴ്ത്തുന്നവർ മുന്നണി ഉണ്ടാക്കിയിരിക്കും.
അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്ന ഈ ഏർപ്പാടിൽ ഞാനില്ല എന്ന് ഏത് ഈമാനുള്ളവരും ചിന്തിച്ചൂടെ? എതിർക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചില്ല. അതിൻഷാല്ല ഞാൻ ഇനി ഓരോരുത്തരുടെ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരാള് പറയുന്നു, നിജസ്ഥിതി തിരിയാത്ത നമ്മളെ പ്രശ്നം. നിജസ്ഥിതി, ഒരാൾക്ക് നിജസ്ഥിതി തിരിയണമെങ്കിൽ എന്താ വേണ്ട? ഒരു സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ? സൂറത്തുൽ കഹ്ഫ് നേരണ്ടാവൂലല്ലോ, ആ സമയത്ത് പ്രസംഗിക്കണം. ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാം പോയില്ലേ ഖദർ അലൈഹിസ്സലാമിന്റെ അടുക്കൽ? എന്തിനാ പോയത്? പഠിക്കാനല്ലേ? അപ്പൊ അങ്ങോട്ട് പോയിക്കൂടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ? അതല്ലേ സൂറത്തുൽ കഹ്ഫ് പഠിപ്പിച്ചത്? ക്ഷമിച്ചുകൊണ്ട് പോയി നിന്നില്ലേ? പിന്നെ എന്തിനാ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ചത്? അല്ലാഹ് ഈകട്ടെ. അങ്ങനെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഫോൺ ചെയ്തൊരാൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പുറത്തെ കൂട്ടത്തിലുള്ള വല്ലാക്കി മൂപ്പര. അതുകൊണ്ട് അയാളെ തന്നെ അയാൾ പറയുന്നത് എന്താ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് ഈ അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ വീട്ടില് ഒരു കെട്ടുമുടിയുണ്ട്. പുല്ലേരി തന്നെ ഉണ്ടായിരിക്കും, നമ്മളാട്ട് പുല്ലേരി എന്ന് പറയുന്നത്. ഒരു കെട്ടുമുടിയുണ്ട്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടുമുടിയിട്ടെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലത്രയും എപ്പോഴേ മർക്കസിന്റെ സമ്മേളനം? 2011 ജനുവരി 7, 8, 9 അല്ലെ മർക്കസിന്റെ സമ്മേളനം. എന്നാ അതിന്റെ 2 കൊല്ലം മുമ്പ് 2009 ഇയാള് പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേൾപ്പിക്കാൻ പോന്നു. അന്ന് ഖസ്റജി വന്ന് മുടി തന്നിട്ടില്ല. അന്ന് അയാള് പറയുന്നു മർക്കസിന് ഒരു കെട്ടുമുടിയുണ്ട്. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന്, മുസ്ലിം ഉമ്മത്തിനൊന്ന് മനസ്സിലാണ് ഈ ഒരു സത്യം പറയോ ഇല്ലേ? ഒന്ന്, ഞാൻ ചോദിക്കട്ടെ, മർക്കസില് ഷാറ് മുബാറക്ക് വെച്ച് അത് ഇട്ട വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയി 2 കൊല്ലം മുമ്പ് 2009 അതിനു മുമ്പും വെള്ളം കുടിച്ച ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഉണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. ഇല്ലേ? 2009 മുമ്പ് മർക്കസിൽ പോയിട്ട് വെള്ളം കുടിച്ച കുറച്ചാളുകൾ ഇന്ന് എഴുന്നേറ്റ് ഞാൻ നോക്കട്ടുണ്ടോ ഇല്ല? ഒരുപാട് ആൾ എല്ലാവരും എനിക്കണ്ട ഇരുന്നോടി. ഈ സദസ്സ് തന്നെ ആയിരക്കണക്കിന് ആളുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു കെട്ടുമുടി കണ്ടിനോ? അവിടെ എത്ര മുടിയാ കണ്ട്? 2 മുടി കഷ്ണമാണ് കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ 2009 പ്രസംഗിക്കുന്ന മർക്കസിൽ ഒരു കെട്ടുമുടിയുണ്ട്. അതേ കൂട്ടർ ഇപ്പോഴും പണ്ട പഠിച്ച തന്നെ പറയുന്നു അവിടെ ഒരു കെട്ടുമുടിയുണ്ട്. കേട്ടോ? ഇപ്പൊ പറച്ചലൊന്ന് മാറ്റി. ഇപ്പൊ ഒരു കെട്ടുമുടി ഖസ്റജിന്റെ പുരക്കുണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെന്ന് നോക്കൂലേ? പക്ഷെ 2009 ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടരാണിത്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ കേൾപ്പിച്ചു തരാം വാചകം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവരൊരു ഹാലി, ഒരു വലിയൊരു മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നുണ്ട്. അങ്ങനെ നോക്കും 100 സ്ത്രീകളുണ്ട് പ്രസവിക്കാൻ കയറ്റി. അപ്പൊ അവസാനം വന്നിട്ട് ഓപ്പറേഷൻ വേണോ നിർബന്ധം, എന്നാ ചെയ്തോളൂ, ഇതിന് ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടീനെ കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടീനെ കൊണ്ടുവന്നപ്പോ ഇയാള് ഒരു SKSF പ്രവർത്തകനോ മറ്റോ ആയിരിക്കാം. ഇയാള് ചോദിക്കുന്നു, എന്റെ ഭാര്യ എവിടെ? ഭാര്യ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോധം കെട്ടിച്ചാലുള്ളത്. അപ്പൊ ഇയാളെ ചോദ്യം, ഇതെന്റെ കുട്ടി എന്നാന്നുള്ളത് എന്താ തെളിവ്? സിസ്റ്ററോടാ ചോദിച്ചു. അപ്പോ ഈ പ്രസവിച്ച പെണ്ണ് ബോധമൊക്കെ തെളിഞ്ഞതിന്റെ ഇത് നമ്മളെ കുഞ്ഞെന്ന്. അപ്പൊ ഇയാളെ ചോദ്യം, ഈ കുട്ടി എന്റേതാന്ന് എന്താ തെളിവ്? അപ്പൊ ഇതാ എന്റെ അടുത്തുള്ള കുട്ടി, ഞാൻ നിങ്ങൾക്ക് കൊണ്ട തന്നില്ലേന്ന് ഈ പാവപ്പെട്ട പെണ്ണ് പറയാണേ. അപ്പൊ ഇയാളെ ചോദ്യം, 100 കുട്ടികളില്ലേന്ന് അതിന്റെ ഉള്ളില്? എവിടെ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? നീ ബോധം കെട്ട സമയല്ലേ? അതുകൊണ്ട് ഈ കുട്ടി എന്റെ എന്നുള്ള എന്താ തെളിവ്?
ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കൂരിയാട്ടാരന്റെ ആയത്ത്. അതായത് ഖണ്ഡിതമായ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ കുട്ടി എന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നുള്ളതിന് തെളിവെന്താണ്? എന്താ ചെയ്യാ? നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ നമ്മക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലേ പിന്നെ SSFകാരനാകേണ്ടി വരും. ഇങ്ങനെ വല്ല കുട്ടിയെയും ആരെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവന്റെ ന്യായം എന്താ? അവിടെ ഒരുപാട് കുട്ടികളില്ലേ, കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഇക്കുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാവും. ഇക്കുട്ടി നിന്റേതാണോ എന്നാ നോക്കണ്ടേ. ഞാനിത് പറഞ്ഞു വരുന്നത്, അബൂദാബി കുറെ മുടിയുണ്ട് ഇപ്പൊ പറയും. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? നമുക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെയുള്ള എല്ലാ മുടിയും നഷ്ടപ്പെടുത്തിക്കളയാം, അല്ലെങ്കിൽ ആരും ഇനി മുടിയില്ലാതിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തന്നതിനെ പറ്റിയാ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യും. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ അതിന്റെ ആൾക്കാരോട് ചോദിക്കും. ഇവിടെ നമുക്ക് തന്ന മുടി അതിന്റെ നിങ്ങൾ എത്ര, അതിന്റെ വെൽപ്പ് എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്ത്. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, ഒക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടി കഷ്ണമുണ്ട്. 2 ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചു, 1 അഹമ്മദ് ഖസർജിയിൽ നിന്ന് ലഭിച്ചു. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആർക്കൊണ്ടല്ലേ നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ റജുകരിക്കുന്ന ആളാ കൊണ്ട തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? 2 പെണ്ണില്ല, 2 ആണില്ലാതെ എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ടൊരു അതിരുന്നായി പറഞ്ഞതിനർത്ഥം സംശയിക്കുന്നതിനും ഉണ്ടൊരു അതിരുന്ന്. എല്ലാറ്റിനും സംശയിക്കല. ഒരു മൊയ്ലിയാർക്ക് സംശയം എന്താ സംശയം? ഞാൻ ഇമാമായിട്ടിരുന്ന് ജുമാക്ക് നിയത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആരും എന്നെ തുടർന്നിട്ടില്ലെങ്കിലോ? ഒരു മൊയ്ലിയാരുടെ സംശയമാണ്. കാരണം ഞാൻ ഇമാമായിട്ടിരുന്ന് കരുതുകയും ചെയ്തു, ആരും ഒട്ട് തുടർന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഒരു മൊയ്ലിയാരുടെ സംശയം. മൗമൂമിയൊക്കെ ഒരു സംശയം, നമ്മളൊക്കെ സുജൂദ് ചെയ്യും, ഇയാൾ എണീറ്റ് പോയെങ്കിലോ? വേറൊരു സംശയം. പറമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംശയം. എന്താ സംശയം? രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പൈസ തന്നില്ലെങ്കിലോ? പൈസ കൊടുക്കുന്ന ഒരു സംശയം. പൈസ അങ്ങ് കൊടുത്തിട്ട് ഒപ്പിട്ട് തന്നില്ലെങ്കിലോ? എപ്പ രജിസ്റ്റർ നടക്കുക? ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ? സംശയത്തിനുണ്ടോ പിന്നെ തീരല്? ഇങ്ങനെ സംശയിച്ചാൽ സംശയത്തിനുണ്ടൊരു പരിധി, അതിനുണ്ടൊരു എന്തിനുണ്ടൊരു അതിരി, എല്ലാം സംശയിക്കല. അതുകൊണ്ടാണ് അബ്ദുൽ മലിക്കുൽ ഖസറൂനി തങ്ങൾ പറഞ്ഞത്, മുൽതഫിത്തുൻ ലാ യസിൽ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹു വമൻ ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് മുജാഹിദിലേക്കും ജമാഅത്ത് ഇസ്ലാമിലേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെയോ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹു, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ഒരുത്തന്റെ സംശയം പൊന്നാനിപ്പള്ളിയിൽ വിട്ടു പറയുന്നു. മാഅശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്, റവൽ ബുഖാരി വമുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഇദൽ ഖതീബു അലൽ മിൻബരി ഫലാ യതകല്ലമൻ അഹദ് വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമഅത ല. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ, അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? ബുഖാരി മറിച്ച് നോക്കുമ്പോ ഇവിടെയും കാണുന്നില്ല. പൊന്നാനിയിലുണ്ട്, നാദാപുരത്തുണ്ട്, പാറക്കടവിലുണ്ട്, ബുഖാരിയിലുണ്ട്. നമ്മളെ ഇമാമിങ്ങളൊക്കെ പേച്ചുപോയി, പൊന്നാനിപ്പള്ളി പേച്ചുപോയി, നാദാപുരം പള്ളി പേച്ചുപോയി. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവൻ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ഇല്ലാന്ന് വരുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിന്ന് തവാത്തുറായി കാമിറൻ അൻ കാബിർ, നമ്മളെ മുൻഗാമികളായ മഹാന്മാര് വരെ നാവിലൂടെ റിപ്പോർട്ട് ചെയ്തു വന്നൊരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അച്ചടിച്ച് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെന്ന് പഠിക്കണം. നമ്മളെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴി,
അത് വിട്ടുകൊണ്ടൊരു സുന്നത്ത് ജമാഅത്തില്ല. അത് വിട്ടുകൊണ്ട് മുജാഹിദ് ജമാഅത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവരെ ക്ലാസും കേട്ടിട്ട് അതിനൊക്കെ സനത് വേണം, പൊന്നാനിയിലെ ആശ്രവളിക്ക് സനത് വേണമെന്ന് പറഞ്ഞാൽ, ഓ സുഹൃത്തെ, നീ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകലല്ലാതെ മുജാഹിദ് നന്നാവൂല, നീയും കൂടി ബടക്കാവും എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിനും പൊന്നാനി പള്ളിക്കും ഒന്നും സംഭവിക്കൂല കേട്ടോ. ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോളണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ കടക്കാം. സംശയത്തിന് അതിലുണ്ട് എന്നാ പറഞ്ഞത്. സംശയത്തിന് വേണം അതിര്. ഇതിരിക്കട്ടെ. അപ്പോ ഒരു കെട്ടുമുടിയുണ്ട് അവിടെ അബൂദാബിയിൽ, ഇതല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് 2009. അത് ഞാൻ കേൾപ്പിക്കുമ്പോൾ ഒന്ന്. രണ്ടാമത്തത് നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച മൊയ്ലിയാര് പറയുന്നതാണ്. രണ്ടാമത്തത് ഇയാള് പറയുന്നത് മർക്കസ് എന്ന് പറഞ്ഞാല് അത് ഏപ്പിന്റെ പുയ്യാപ്പിള, അതിന്റെ മാനേജർ, മോനും എല്ലാം കൂടിയുള്ളൊരു കുടുംബത്തിന്റെ എല്ലാം കൂടിയുള്ള ട്രസ്റ്റ്, അതാ മർക്കസ്. ഇയാൾ കാര്യമായിട്ട് പ്രസംഗിക്കാം. ഈ രണ്ട് വിഷയം ഞാൻ ആദ്യം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ വെക്കുക. ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ ടെലിഫോൺ ചെയ്ത ആള് പറയുന്ന വാചക, ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത് ഇതിനെവിടെയും പോണ്ടില്ല, ഒരു പരിശോധന അബൂദാബിയിലും പോണ്ട, ഒരു പരിശോധന ആവശ്യമില്ല. ഇയാൾ ഈ പറയുന്ന വാചകങ്ങൾ കേട്ടോളൂ. കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വിഷയം പറയാം. ഇയാളോട് ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഈ പറഞ്ഞതുപോലെ മർക്കസ് ഒരു കുടുംബത്തിന്റെ ട്രസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അതിലെവിടെയും പോണ്ടാലോ? കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആർക്കും നോക്കാലോ അത് ട്രസ്റ്റ് ആണോ സൊസൈറ്റി ആണോ, അത് കുടുംബങ്ങളാണോ പുറത്തുള്ളവരുണ്ടോ? മർക്കസിന്റെ കമ്മിറ്റിയിൽ പാവപ്പെട്ട ഞാനുണ്ട്. ഞാൻ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്തില്ല, ഈ അടുത്ത കാലത്ത് ഉസ്താദ് എന്നെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അലിബാബയ്ക്ക് തങ്ങളുണ്ട്, മൂപ്പരാ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് അലിബാബ തങ്ങൾ കുടുംബക്കാരനാവോ? പ്രസിഡന്റ് സയ്യിദ് അലിബാബയ്ക്ക് തങ്ങളാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിന് എങ്ങനെ അലിബാബയ്ക്ക് തങ്ങൾ കുടുംബക്കാരനാകുക? വില്യാപ്പള്ളി ഉസ്താദുണ്ട്, വില്യാപ്പള്ളി ഉസ്താദിനെ കുടുംബക്കാരനാണ്. അപ്പൊ ഏത് കളവും എങ്ങനെ തലേക്കെട്ട് പറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല. അപ്പൊ ഒന്ന്, ഇതാർക്കും പോയി പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഒന്ന്. രണ്ടാമത്തത്, മർക്കസിൽ 2009 ഒരു കെട്ടുമുടിയിടുന്ന അവിടെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ നോക്കുന്ന ആയന്റെ തലയിൽ ഒരു കെട്ടുമുടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞ. നമ്മൾ ചർച്ച ചെയ്യുന്ന മുടി ഒരു കെട്ടിട്ട് പറഞ്ഞാൽ അവന് കേൾപ്പിച്ചോട്ടവനെ. ഫസ്റ്റ്, ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന്റെ മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിന്റെ കൃത്യമായ വിശദീകരണം? ഒന്ന് സത്യദാനം എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് മറക്കത്തുണ്ട് പറയുമ്പോ നബിന്റെ മുടി കാരന്തൂർ മറക്കത്തുണ്ട് എന്ന് പറയുന്നതിൽ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടിയിട്ടുള്ള ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ. കൃത്യമായ മറുപടി പറയട്ടെ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ. കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആണെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യമല്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പൊ ഒരിക്കൽ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ക്ലാസ്സാണ്. സംശയം ചോദിച്ചു, കാരന്തൂർ മക്കൾ റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ അഭിപ്രായം ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്ന് പറഞ്ഞു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിനൊരു കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 ആ സത്യദാനം എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് എസ്റ്റേറ്റിന്റെ ഓഫീസിനാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദ് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകളെ അവർ കൃത്യമായ വിവരം അറിയണമെന്നു. അപ്പൊ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിന്റെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുയ്യാപ്പട. അദ്ദേഹം ജർമ്മൻ ഒക്കെ സ്വന്തക്കാരാണ്. ഇട്ട ആൾക്കാർ മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാർ കൂടെ ട്രസ്റ്റ് ആക്കിയിട്ടാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നത്. അവിടെ ഉസ്താദ് സീഫൈസ് കൊടുക്കാറ് കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തിയാൽ ഇന്ന ആളാണ്. ഞാൻ ഇങ്ങനെ വിഷയം ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടികളാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 കഴിഞ്ഞ മൂപ്പരോട് ചോദിച്ചോളിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഫൈസി അതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അത് പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിലോ ബോംബെയിലോ ഉണ്ടോ കിട്ടിയാൽ എനിക്കതിനെ പറ്റുന്നത് മൂപ്പര് വന്നിട്ട് ചോദിച്ചോളി. അത് സീഫൈസിക്ക് ഒരു വിശ്വാസമായി എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പൊ നാഷണൽ ദഅവ കോൺഫറൻസിലേക്ക് അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാഷണൽ വെച്ച് വിളിച്ചു നോക്കിയാൽ വിളിക്കാറ് വിളിച്ചു വരുന്നതല്ലേ, വിളിച്ചു ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറു. 10 മണിക്ക് മൊബൈലൊന്നും കൊടുത്തു.
അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ ഒന്നാ രണ്ട് സംഘടനയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അത് സ്ഥലത്തുണ്ടോ, അത് എവിടുന്ന് കിട്ടിയല്ല പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം, ഉറപ്പ് പറയാനേ അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദ് വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കാണ്. ആ മോനെ അതിനുള്ള സംശയം റസൂലുള്ളാഹിന്റെ മുടിവടുണ്ടല്ലോ. എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ, മോനിപ്പോ എവിടെയുള്ളത്, ഞങ്ങൾ കരുവാണ്ടതാണ്, മാനുഷ്യാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അങ്ങനെ പറഞ്ഞേക്കുന്നത്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിന്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിന്ന് കിട്ടിയതാണോ, വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിന്ന് കിട്ടിയാണോ, സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ കിട്ടിയാൽ കശ്മീരിൽ പോകൂലേ? അല്ല അബുദാബിയിൽ കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടെന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാ. ഞാൻ പഠിച്ച് വളരെ ബോധ്യപ്പെട്ട ആളെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടിയെന്ന് ഒരു സംശയം വരാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ, ഉസ്താദെ ഏതെങ്കിലും മുജാഹിദ് പ്രശ്നമാക്കുമ്പോ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ്, ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി അതിന്റെ സനതുണ്ടോ പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാല് ഇതായി മുടി ഇന്ന ആളിന്ന് റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ, വേണ്ടി വന്നാൽ മുജാഹിദ് കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു, തീർച്ചിട്ട് ഭയങ്കര ആളല്ലേ, യാല്ല മോനെ എങ്ങനെയാണ് സ്ഥലത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആ സ്ഥലത്ത് എഴുതി വെച്ചിട്ട് ഫോട്ടോകോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ തന്നു. മോൻ അങ്ങനത്തെ ഒരു പ്രശ്നം കൂട്ടി നമുക്ക് സ്ഥലത്ത് കാണിച്ചു കൊടുക്കാറ്. എന്നാ ശരി, അസ്സലാമു ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് മൂപ്പര് തിരിച്ചു വിളിച്ചിട്ട് ഓഫീസ് നമ്പറിനാ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അവ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടാണ്, ഒരു കട്ട് പോയിട്ടില്ല. പച്ച കളവ്, ഞാൻ കളവ് എന്ന് പറഞ്ഞ വാർത്ത വിരുദ്ധം പറയാം, മാന്യതയ്ക്ക് നടക്കാത്ത കാര്യല്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, മുജാഹിദ് മോൻ ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാൽ സനത് കാണാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിന്റെ പ്രശ്നമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചത്. ഞാൻ ലക്ഷങ്ങൾ സാക്ഷിയല്ലേ ആ പറഞ്ഞ കളവാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, എന്താണ്? രണ്ടാമത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി ഒരു ഓർമ്മയും ഉസ്താദിനില്ല. അത് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ ഇയാളൊരു വെല്ലുവിളി, അത് നമുക്ക് ടവർ പരിശോധിക്കാൻ തയ്യാറുണ്ടോ? വേണ്ട, ടവർ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട്ട് പോയിട്ട് പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട്, സത്യമില്ലാത്തൊരു വിഷയമാണ്. 2 കൊല്ലം മുമ്പ് 2009 അവിടെ ഒരു കെട്ടുമുടിയുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ 2009 കെട്ടുമുടിയുണ്ട് തന്നെ ഒരു സാക്ഷീനെ കൊണ്ടുവരാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തെ ട്രസ്റ്റാണ്, കുടുംബ ട്രസ്റ്റാണ് എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പരിശോധിക്കാൻ തയ്യാറാണ്, ടവറും നോക്കണം. മൂന്നാമത്തെ ടവർ പരിശോധിക്കാൻ, അത് പറയാം. അയാൾ കോഴിക്കോട്, ഇതിലല്ല കോഴിക്കോട്ടെ പ്രശ്നത്തിൽ പറയാം, ടവർ പരിശോധിക്കാൻ. ടവർ പരിശോധിച്ചിട്ട് നിങ്ങൾ അതിങ്ങോട്ട് കൊണ്ടുതരാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിച്ചിട്ട് കൊണ്ടുവന്നൂടെ? എന്തായാലും നിങ്ങൾ ഇതിന് അധ്വാനിക്കാൻ ഇറങ്ങിയല്ലേ. അപ്പോ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വിറ്റ 25,000 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും കൂടെ. അപ്പോ അത് ടവർ പരിശോധിച്ചിട്ട് നിങ്ങൾക്കൊന്ന് കൊണ്ടുവന്നൂടെ? നിങ്ങൾ ഏതായാലും ഇതിന് ഇറങ്ങിയല്ലേ. ഞങ്ങൾക്ക് ഇതാ പണി, ഞങ്ങൾക്ക് വേറൊരുപാട് പണിയില്ലേ. ഞങ്ങളിങ്ങനെ ചെയ്ത ഫോണൊക്കെ ടവർ പരിശോധിക്കാൻ പോകാം, ഞങ്ങളെ പണി. അതുകൊണ്ട് അത് പരിശോധിക്കാൻ വെല്ലുവിളിച്ച ആളെ ഞാൻ തിരിച്ചു വെല്ലുവിളിക്കുന്നു, അതൊന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കാൻ തയ്യാറുണ്ടോ? അതേസമയം ഞാൻ ചോദിക്കട്ടെ, ടവർ പരിശോധിച്ച് കിട്ടി നോക്ക്, എന്നാ പറഞ്ഞു തിരിയോ? ഇങ്ങനെ അങ്ങോട്ടൊരു ഫോൺ ചെയ്തോന്നല്ല, അതിലപ്പുറം തിരിയോ? അതിലപ്പുറം മനസ്സിലാവൂ. നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, അതെന്താ? മോനെ നമുക്ക് നല്ല സ്വഭാവത്തിൽ പെരുമാറിയില്ല നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും കാന്തപ്രസ്ഥാനെ പേടിക്കണ്ട, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? അല്ലേ? അല്ലാതെ ഗൗരവമൊന്നും കാണിച്ചില്ലല്ലോ. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞത് മുജാഹിദിനെയും ജമാഅത്തിനെയും കൂട്ടിങ്ങി വരണ്ട, ഇതല്ലേ പറഞ്ഞു? നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞില്ല,
നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞത് മുജാഹിദ് പറഞ്ഞിട്ടുണ്ടെങ്കിലാണേ പറഞ്ഞില്ലോന്ന് മറ്റൊന്നാ വൈൻസുല്ലിമ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ വന്നാൽ ചെലവ് വരെ തരാന്ന് പറഞ്ഞില്ലേ? അതിനനുസരിച്ച് ശേഷം കേൾപ്പിക്കുന്നുണ്ട് ചെലവ് വരെ തരാം. എന്നിട്ട് ഇതുവരെ വന്നിട്ടോ ഒന്ന് പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തിനാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുന്നത്? ഇനി നിങ്ങൾ കേട്ടോ അയാൾ പറഞ്ഞൊക്കെ. ഒന്ന്, ഇതിനു വേണ്ടി സാക്ഷിയായിട്ട് അയാൾ സംസാരിച്ചോളൂ. മുസ്തഫ ഫൈസി പറഞ്ഞോളൂ അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. ആരായി മുസ്തഫൽ ഫൈസി? ആലിബാബയും 40 കള്ളന്മാരുന്ന് സമസ്തയിലെ ആലിമീങ്ങളെ പറ്റി എഴുതിയ ആളല്ലേ അയാൾ? അത് കണ്യത്ത് ഉസ്താദ് അല്ലേ അന്ന് പ്രസിഡന്റ്? EK അല്ലേ അന്ന് ജനറൽ സെക്രട്ടറി? അപ്പൊ സമസ്തയുടെ 40 ആലിമീങ്ങൾ ആലിബാബയും 40 കള്ളന്മാരും എന്ന് എഴുതിയ മനുഷ്യനെയല്ലേ നിങ്ങൾ സാക്ഷിയാക്കിയത്? നിങ്ങൾ സമസ്തയിൽ എന്താ ബന്ധം? 2. മൂന്നാമത് ആരാ മുസ്തഫൽ ഫൈസി? പലിശക്ക് അനുകൂലമായി പുസ്തകം എഴുതിയ ആളല്ലേ അദ്ദേഹം? നിങ്ങളും അതിനെ എതിർത്തതല്ലേ? അപ്പൊ ഈ പലിശ വാങ്ങാൻ വേണ്ടി പുസ്തകം എഴുതി സമസ്തയിലെ ഉലമായിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് ആലിബാബയിൽ 40 കള്ളന്മാരും എഴുതി അദ്ദേഹമല്ലേ ഇങ്ങനത്തെ സാക്ഷിയാക്കി ഒരു കാര്യം പറഞ്ഞത്? അതാണോ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ എടുത്തിരുന്നത്? ശരിക്കാലോചിക്കണം. ഇത് മറുപടിയാണ്. ഓരോന്നും നോട്ട് ചെയ്തോ. എന്റെ അമ്മക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കുറെ ആളെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളും കിടത്തി തരാം. ഇനി പറയുന്നത് ശരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞേ ഉസ്താദ് പറഞ്ഞോളൂ. ഉസ്താദിനോട് ഇയാൾ പറഞ്ഞു പോലും പണ്ട് കാലത്ത് നമ്മൾ ഉസ്താദെ വലിയ ബന്ധാണ്. എനിക്കതാ മനസ്സിലാണ്. നിങ്ങൾക്ക് വയസ്സെത്രയാ? ഞാൻ ചോദിക്കുന്നത് ഇന്ന് 49 വയസ്സ്. ആർക്ക്? ഈ പ്രസംഗിച്ച പൈസ. നിങ്ങൾ ബിരുദെടുത്തത് 86 അല്ലേ? എന്നാൽ 1984 പട്ടിക്കാട് കോളേജിൽ നിന്ന് ചേറൂർ അബ്ദുള്ളാനെ പുറത്താക്കിയത് എന്തിനാ? കാന്തപുരത്താന്റെ പരിപാടിക്ക് പോയതിനല്ലേ? അപ്പൊ 1984 ചേറൂരിനെ പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ട് 86 ബിരുദെടുത്ത നിങ്ങള് ഞാൻ ചോദിക്കുന്നു ഉസ്താദുമായിട്ട് ഭയങ്കര ബന്ധം. ചോദിക്കട്ടെ, എന്നാ പിന്നെ നിങ്ങൾ പട്ടിക്കാട് ഉണ്ടാവൂ? നിങ്ങൾ പൈസ ആവൂ? അപ്പൊ നിങ്ങൾക്ക് ഉസ്താദുമായി വലിയ ബന്ധമുണ്ടെന്ന് ഉസ്താദിനോട് നിങ്ങൾ കള്ളം പറഞ്ഞു നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ തെളിവിക്ക് ഒരു ബുദ്ധിയുള്ളവന്റെ മുഖത്ത് തെളിവിക്ക് 86 ബിരുദെടുത്ത് 49 വയസ്സ് ഇപ്പോഴുള്ള നിങ്ങൾ പഴയ കാലത്ത് എന്ന് പറഞ്ഞ 1984 മുതൽക്ക് സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമസ്തയിൽ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് ഉസ്താദിന്റെ ഒരു പരിപാടിക്ക് പാണ്ടിക്കാട് പോയെന്ന് വെച്ചാൽ സ്റ്റേജ് മേലല്ല കേൾക്കാൻ പോയതിന് അതിനാ പട്ടിക്കാടിന് ചേർന്ന് പുറത്താക്കിയത്. അവൻ അതേ കോളേജിൽ 86 പഠിച്ച നിങ്ങൾ ഉസ്താദുമായിട്ട് വലിയ ബന്ധം. അതൊരു മനുഷ്യന്റെ പോയി പറയാൻ പറ്റുമോ പൈസി? അപ്പൊ കളവ് പറഞ്ഞാൽ അങ്ങനെയാ, നേരെ പറയാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പൈസ പറയുന്നത് കൽപ്പിച്ചോട്ടെ. ഈ അമ്പലക്കടവ് ഫൈസി മർക്കസിലുള്ള വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉസ്താദിന് ബർക്കാത്തി സയ്യിദന്മാര് മുഖേന കിട്ടിയ ആ ഷെയർ മുബാറക് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ആദ്യം വിളിച്ചപ്പോ ഉസ്താദിനെ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫോണ് തന്നു. അങ്ങനെ നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ നിങ്ങള് അത് ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് 4 ദിവസം കൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോ കൂടുതൽ അയാൾ പ്രസ് ചെയ്ത് സംസാരിച്ചപ്പോ അതെവിടുന്ന് ഗുജറാത്തിൽ നിന്നോ ബോംബെ നിന്നേറ്റം കിട്ടിയതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറച്ചല് കേട്ടപ്പോ തന്നെ അയാൾക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായി എന്നാണ് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിന്റെ വല്ല വസ്തുതയും അതിലുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. അത് തികച്ചും തെറ്റാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം രേഖപ്പെടുത്തുമല്ലോ. ആ രേഖപ്പെടുത്തിയത് കേൾപ്പിക്കാനും അയാൾക്ക് കഴിയണല്ലോ. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതിന്റെ വിശദമായ വിവരം ഉസ്താദിന്റെ വക്കലിൽ നിന്ന് നേരിട്ട് തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നിങ്ങൾ വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു വെറും കള്ളത്തരാണ്. മാത്രമല്ല അങ്ങനെ ആണെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് ക്ലിപ്പ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ലിപ്പില്ലാത്തത്? അതെ, പറഞ്ഞ വാക്ക് അയാൾ ഉദ്ധരിക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് അയാൾ ഉദ്ധരിക്കട്ടെ. അതെ, അതെനിക്കൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. അതെ അതെ, നോക്കട്ടെ. ബുഖാരിയിൽ ഒരു ഹദീസ്, ആയത്തുൽ മുനാഫിഖ് സലാസ ഇദാ ഹദ്ദസ കദബ വഇദാ യുത്മിന ഖാന വഇദാ ഖാസമ ഫജറ. മുനാഫിഖിന്റെ ലക്ഷണാണ് വർത്താനം പറഞ്ഞാൽ കളവ് പറയാ, വിശ്വസിച്ചാ വഞ്ചിക്കുക, വൈദാ ഖാസമ ഫജറ തെറ്റിയാ തോന്നിയാസം പറയാ. ഏപിസായങ്ങൾ ഇപ്പൊ തോന്നിയാസം പറഞ്ഞില്ലേ? പാച്ച കള്ളോന്ന് തോന്നിയാസം പറഞ്ഞില്ലേ?
അത് ആരെ ലക്ഷണാണ് നിങ്ങൾ ഓതി പഠിച്ചത്? അത് നന്നായിട്ടൊന്ന് ഓർമ്മിക്കുക. അള്ളാഹു തആല തൗബ ചെയ്യാനുള്ള അവസരം നൽകുമാറാകട്ടെ. ഇനി ഇയാൾ വേറൊരു പ്രസംഗത്തിൽ പറയുന്നില്ല. എന്താ? ഞാൻ വാങ്ങിയിട്ട് 5 കൊല്ലം പഠിച്ചു എന്ന് കാന്തപുരം പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എനിക്ക് എന്റെ കയ്യിലത് കിട്ടിയിട്ട് 5 കൊല്ലം ഞാനെ കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ മർക്കസിൽ ഏൽപ്പിച്ചത് പറഞ്ഞു. ആ മൂപ്പർക്കും കിട്ടിയ മൂപ്പർക്ക് സംശയമുണ്ട്. 5 കൊല്ലം പഠിക്കാൻ പറ്റുന്നത് മര്യാദക്ക് സ്ഥലത്ത് കിട്ടിയതല്ലാതെ മൂപ്പരെ വാക്കിന് ബോധ്യപ്പെട്ടു. ഇപ്പൊ പറഞ്ഞ അങ്ങനല്ല കേട്ടോ. അത് ഈ കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഒരിക്കൽ പറഞ്ഞ് പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല. വേറൊരു സംഗതി അത് ഈ കളവ് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഒരിക്കൽ പറഞ്ഞ് പിന്നെ പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടാവില്ല. വേറൊരു സംഗതി നിങ്ങൾ വേറൊരു പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞിട്ട്, ഉസ്താദേ ഞാനിത് മുജാഹിദീങ്ങൾ നിങ്ങൾ എതിർക്കണ്ടെന്ന് വിചാരിച്ചു, നിങ്ങളെ കുണത്തിന് വേണ്ടി ചോദിക്കാണ്. മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോൾ നമുക്ക് പറയാം. എന്തായാലും പ്രശ്നം എന്ന് ചോദിച്ചു. വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കേണ്ടോ? ഞാൻ എന്റെ സംശയമല്ല. ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ, ഒരു ക്ലാസ് നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കും, മുജാഹിദ് ചോദിക്കുകയാണ് അവിടെ കാരന്തൂരിൽ നബിത്തങ്ങളെ മുടി ഉണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം? നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. അത് കാരണം ഒരു ഉസ്താദ് ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്ന് കൃത്യമായി അറിയാനാണ്, അല്ല നിങ്ങളെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതിന്റെ കുണത്തിന് വേണ്ടി ആര് ഈ പൈസ ചോദിക്കേ ചൂപ്പര് പറയാണ്, വല്ലാത്ത ആളാണല്ലോ നിങ്ങളെ പോലത്തെ ഒരു പറയുന്ന കപ്പാട് വിഴുങ്ങുന്ന ആളാ നിങ്ങൾ വിചാരിച്ചോ ഉസ്താദിനെ പറ്റി? അപ്പൊ ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പം മനസ്സിലായി. ഇനി ബാക്കി ഞാൻ പറയാ. എന്നാ വസ്തുത എന്താ ഉണ്ടായത് അത് ഉസ്താദ് പറയട്ടെ. ഈ മലപ്പുറത്ത് കിടന്ന ഒരു പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒറ്റ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തില്ലേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു ഉണ്ട്. അതിന് വല്ല സെനതും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സെനത് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സെനത് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിന്റെ സെനത് വേണമോ? മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതാണ് അതിന്റെ വസ്തുത. ഇയാള് വന്നാലേ ചെലവടക്കം കൊടുക്കാൻ ഇയാളോട് വേറൊരാള് ടെലിഫോണിൽ പറയും. നമ്മളിത് 2 കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒന്നാമത്തിന്റെ ആരാണ് ഇയാൾക്ക് ഇത് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വന്നാൽ പറഞ്ഞുതരാന്നൊക്കെ പറയാനല്ലാതെ നേരത്തെ ശരിക്കും പറയുന്നില്ല. രണ്ടാമത്തിന്റെ സ്ഥലത്തൊക്കെ അവർ വായിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തിനെ കുറിച്ച്
ശാന്തപുരത്ത് തങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള സ്വപ്നം കാണിച്ചു മാറത്തേക്ക് അത് ഒരു കാരണവശാലും ശരിയാൻ സാധ്യതയല്ല. ഇങ്ങനെ രണ്ട് കാര്യം വന്ന സ്ഥലം നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. രണ്ടാമത്തിന്റെ ചിലവർ വായിച്ചിട്ടുണ്ട്, രണ്ടാമത് നമ്മൾ നോക്കി പരിശോധിച്ചിട്ടൊന്നുമില്ല. അതാന്റെ രത്ന ചുരുക്കം. നമുക്ക് ആ ഒന്നാമത്തെ പത്തനം വിളിച്ചാൽ മതി. രണ്ടാമത്തെ പുതിയ കൊന്നിട്ട് നമ്മൾ പഠിക്കട്ടെ. ഒന്നാമത്തെ ആരാണ് ഇയാൾ കൊടുത്തത് സുഖമാണെന്നില്ല, ആരാണ് ഇയാൾ കൊടുത്തത് കറക്റ്റ് അഡ്രസ് തരാൻ പറ്റുമെന്നുള്ള ഉറച്ചു വെക്കാം. അത് ഞങ്ങൾ ചോദിച്ചേ. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് മേടിക്കൊണ്ടല്ലോ, നിങ്ങൾക്കുള്ള എല്ലാ ചെലവും ഞങ്ങൾ വായിച്ചോളാം. നിങ്ങൾ അമ്പലക്കട ഉസ്താനും കൊടുത്തി, അമ്പലക്കട ഉസ്താനും ചെലവ് ഞങ്ങൾ കൊടുക്കണം. ഇവിടെ കൊടുത്താൽ കണ്ടാൽ സമാധാനമായി. എന്താ വെച്ചാലേ രണ്ടാമത്തിന്റെ സ്ഥാനത്ത് അമ്പലക്കട ഉസ്താദ് കൊണ്ടിട്ടല്ല നിങ്ങളാണ് വായിച്ചത് മറക്കതില്. അത് അതിന് പബ്ലിക്കായി വായിച്ചില്ലേ. അപ്പൊ ഒന്നാമത്തിൽ എന്തായാലും വായിക്കാൻ മതി എന്നെ ചോദിച്ചാൽ മതി. അന്ന് പോലും ഒന്നാമത്തെ വായിച്ചിട്ടില്ല. അപ്പോ എതിർക്കേണ്ട കോലം പറഞ്ഞു കൊടുത്തതാണ്. അതായത് അമ്പലക്കട ഉസ്താദിനെ കൊണ്ടുവന്ന് ചെലവ് വരെ തരാന്ന് പറയുന്നുണ്ട്. എന്നാ സംശയം തീർന്നു പോലോ. അപ്പൊ ഇയാൾ പറയാ അത് രണ്ടാമത്തെ സെനത് അമ്പലക്കടവ് വന്നിട്ട് എല്ലാരും വായിച്ചേ, അപ്പൊ ഇത് അമ്പലക്കടവ് വരാണ്ട് തന്നെ വായിച്ചൂടെ എന്ന് ചോദിച്ചാൽ അയിമത്തിന്റെ മുറുക്കി പിടിച്ച് അതെന്നെ ചോദിച്ചാൽ മതി, ഞാൻ വരൂന്നല്ല. ഒന്ന്. രണ്ടാമത്തെ അയാൾ തന്നെ നേരത്തെ പറയാന് വന്നാ കാണിച്ചു തരാന്ന് പറയാന്നല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അയാൾ തന്നെ പറയാൻ രണ്ടും നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അയാൾ വന്നാൽ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞൊന്നുമില്ല. അയാളും സമ്മതിച്ചു. ചെലവ് തരാന്ന് പറഞ്ഞൊന്നുമില്ല. എന്നിട്ടും അയാൾ വരാൻ തയ്യാറില്ല, നോക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഇയാൾ പറയാന് ഒരു തങ്ങളുണ്ടായിരുന്നു, ആ തങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു ചുള്ളിക്കോടിനെ. ഞങ്ങൾക്ക് ഇതൊന്ന് ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇരുന്നൂടെ, പ്രസംഗം നടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഇരുന്നൂടെ, ഇങ്ങനെ 1000 പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷമുള്ള പ്രസംഗം പറയുന്നത്. കോഴിക്കോട്ടുള്ള പ്രസംഗം നടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇരുന്നൂടെ. എന്തിനാ? ഈ പ്രസംഗം നടത്തരുത് എന്ന് നേതാക്കളായ ഒരുപാട് ആളുകൾ, ഞങ്ങളാരുമല്ല, ഞങ്ങളെ സംഘടനപ്പെട്ട ഒരൊറ്റ കുട്ടി നിങ്ങളൊരു പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് പറയുന്ന പരിപാടിയില്ല. വേറെ ആരോ ഇടപെട്ട് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം എന്ന് പറഞ്ഞിട്ട് അവരെ മുഴുവനും ധിക്കരിച്ച്, അതിൽ സംഘന്മാരുണ്ടാകാം, അല്ലാത്തവരും ഉണ്ടാകാം, എല്ലാരെയും ധിക്കരിച്ച് ഒരു പരിപാടി ആക്കുകയാണ്. അപ്പൊ ആ പരിപാടി പറയണേ ഒരു അരമണിക്കൂർ എന്ന് ചോദിച്ചിട്ട് തങ്ങൾക്കറിയാൻ സമ്മതിച്ചില്ല. ഏതാ തങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. വാസ്തവത്തിൽ അതിന് വ്യക്തമായ മറുപടി അന്ന് ചുള്ളിക്കോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയേണ്ട സ്ഥലത്തൊക്കെ പറഞ്ഞു, ഇതിനെ കാണക്ക വലിയ പാർട്ടിക്കാരെന്ന് പറഞ്ഞു, LS എന്ന് പറഞ്ഞു. ഇനി നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ടിരുന്നാ മതി, നിങ്ങളെ കോഴിക്കോട്ടെ പരിപാടി കഴിഞ്ഞിട്ടിരുന്നാ മതി എന്നാ പറഞ്ഞത്. അപ്പൊ എന്തിനേന്നറിയോ? അങ്ങനെ ഇരുന്നിട്ട് അതും പറയാലോ, ഞാൻ അരമണിക്കൂർ ഇരുന്നിട്ടുണ്ട് എന്നിട്ട് ഒരു തെളിവും കണ്ടിട്ടില്ല എന്നൊരു കളവ് പറയാലോ. അതിനു വേണ്ടിയായിരുന്നു. അത്ര പോയത്തക്കാരല്ലോ ഞങ്ങൾ, അത്ര പോയത്തക്കാരല്ല. ഇരിക്കട്ടെ.